ഹരിയാനയിൽ നിന്ന് ഒരു വാർത്ത. പശുക്കടത്ത് ആരോപണത്തിൽ ഹരിയാനയിൽ 2 പേരെ ചുട്ടുകൊന്നതായി പരാതി. 2 പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വിശദാംശങ്ങൾ അൻസില നൽകും. അൻസില, ഈ കിരാത നടപടിയുടെ വിശദാംശങ്ങൾ എന്താണ്? ഫിജി, ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഹരിയാനയിലെ ഭവാനി ജില്ലയിൽ ബൊലോറോയിൽ 2 പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇവരെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ഇവർ വെന്ത് മരിച്ചതാണോ അതോ വാഹനത്തിന് തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് മരിച്ചതാണോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പശുക്കടത്ത് ആരോപിച്ച് ഇവരെ ചുട്ടുകൊന്നതാണെന്നാണ് ഇവരുടെ മാതാപിതാക്കൾ നൽകുന്ന പരാതി. രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലക്കാരായ നസീർ, ജുനൈദ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഇവരെ രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിൽ നിന്ന് ബുധനാഴ്ച തട്ടിക്കൊണ്ടുപോയെന്നാണ് ഇവരുടെ കുടുംബക്കാർ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് മഹീന്ദ്ര ബൊലോറോയിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മൃതദേഹാവശിഷ്ടങ്ങൾ നസീറിന്റെയും ജുനൈദിന്റെയും തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പോസ്റ്റ്മോർട്ടത്തിനും DNA വിശകലനത്തിനും ശേഷം ഇവരുടെ തിരിച്ചറിയൽ പരിശോധന നടത്തുമെന്നാണ് ഭരത്പൂർ ഇൻസ്പെക്ടർ ജനറൽ ഗൗരവ് ശ്രീവാസ്ത അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പരിശോധിക്കുന്നത് ഇവർ ജീവനോടെ കാറിൻ്റെ ഉള്ളിൽ വെന്ത് മരിച്ചതാണോ അതോ വാഹനത്തിന് തീപിടുത്തമുണ്ടായി അങ്ങനെ ഇവർ മരണപ്പെട്ടതാണോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. ഇതിൽ ജുനൈദിനെതിരെ പശുക്കടത്ത് ഉൾപ്പെടെ 5 കേസുകൾ നിലവിലുണ്ടെന്നും എന്നാൽ നസീർ ക്രിമിനൽ റെക്കോർഡുകൾ ഒന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഈ പശുക്കടത്ത് ആരോപണത്തിന് പേരിൽ ഇവരെ ചുട്ടുകൊന്നതാണെന്നുള്ള കുടുംബങ്ങളുടെ ആരോപണത്തിന്റെ പേരിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ മോനു മനേസർ, ലോകേഷ് സിംഘിയ, റെങ്കു സെനി, അനിൽ ശ്രീകാന്ത് എന്നിവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 5 പ്രതികളും പശു സംരക്ഷകരാണെന്നാണ് ഇപ്പോൾ പോലീസ് അവകാശപ്പെടുന്നത്. ഫിജി. ശരി, അൻസല.